ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെ ഈ ബബിൾ കം എൻ്റെ വായിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കാണില്ലേ? 2, 3 സ്റ്റാർട്ട്. പറ്റില്ല. ഇന്ന് രാത്രി 12 മണിക്ക് ഈ ബബിൾക്കം പൊട്ടിച്ചിട്ട് വാഴ ഇട്ടിട്ട് പിറ്റേ ദിവസം 12 മണി ആയാലാണ് ഈ ബബിൾക്കം തുപ്പി കളയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ അധികം സമയം കളയുന്നുമില്ല. 12 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെ നമുക്ക് നിൽക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും 12 മണിയായിട്ട് കാണാം ഗൈസ്. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ളതല്ലേ. സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ 12 മണി ആയിട്ടുണ്ട്. സമയം അതിൽ കാണിച്ചുതരാം, മൊബൈൽ കാണിച്ചുതരാം. ഇതാ ക്ലിയർ 12 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ അധികം ഇനി അങ്ങോട്ട് സമയം നീട്ടി വെക്കില്ല. എന്തായാലും ബബിൾക്കം പൊട്ടിച്ചിട്ട് നമുക്ക് വായിലിടാം. പിന്നെ പിറ്റേ ദിവസം ഈ സമയമാകുമ്പോൾ നമുക്ക് എന്തായാലും ബബിൾക്കം തുപ്പിക്കാല ഒരു പോണേ. ഓക്കെ, റെഡി അല്ലേ? ഡെമോ കേട്ടോ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഇതിനി രാവിലെ എണീക്കണ വരെ ഇതെൻ്റെ വായിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ തുപ്പിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൊന്നുമില്ല. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ലൈവായിട്ട് കാണിക്കും കേട്ടോ. ഞാൻ ലൈവായിട്ട് എൻ്റെ മൊബൈലിൽ ഞാൻ എണീക്കുമ്പോൾ വായിലുണ്ടോ ഇല്ലെന്ന് എൻ്റെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യും. എനിക്ക് കണ്ണ് തുറക്കണം കാട്ടി മുന്നേ ഞാൻ മൊബൈലെടുത്തിട്ട് ഷൂട്ട് ചെയ്യും കേട്ടോ. എങ്ങനെ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്തല്ല നല്ല മഴയുണ്ട്. ബബിൾക്ക് എപ്പോഴും എൻ്റെ തൊള്ളയിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്താ ഇതാ കാണുന്നു ബബിൾക്കം എങ്ങോട്ട് വീണു കിട്ടുമെന്നില്ല. ബബിൾക്ക് എപ്പോഴും എൻ്റെ തൊള്ളയിൽ തന്നെ ഉണ്ട്. പിന്നെ മൈക്കിൽ കണക്ട് ചെയ്ത് അവൻ്റെ മൊബൈലിൽ പാസ്വേഡും കുറച്ച് എഴുതി പറഞ്ഞുതരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. പാസ്വേഡ് പറഞ്ഞിട്ട് ഞാൻ മൈക്കിൽ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതാ എൻ്റെ മൊബൈൽ ഇടണ്ട്. അത് മാത്രമല്ല ഞാൻ ടൈമും കാണിച്ചു തരാം. 2:12 ആയിട്ടുണ്ട്. 2:12 ആയിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് കിട്ടുക. ഇപ്പോഴും ഉണ്ട്. പല്ലിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുക. ഒരു ഭാഗം പല്ലിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുക. അതായത് നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. എണീക്കുന്നതാണല്ലോ. സമയം ഞാൻ കാണിച്ചിട്ടാട്ടെ നിങ്ങൾക്ക്. സമയം കാണിച്ചോട്ടെ. ഇതായിരിക്കാം 11:51. എനിക്കല്ലേ എനിക്കാണ് മെയിൻ ടാസ്ക് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ബബിൾക്കിൻ്റെ വയൽ തന്നെയാണ്. അതാ ഒരുമാതിരി വെള്ള കളറോ എന്തൊക്കെയോ വായൽ എന്തൊക്കെയോ മണം പോലെയോ ഈ വായൽ എന്തൊക്കെയോ ചോലൊക്കെ ആവുന്നുണ്ട്. നീത്തിൻ്റെ മൊബൈലാട്ടോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യണ്. നമ്മൾ പല്ലേക്കാൻ പോവാണ്. ഇതാ പല്ലേക്കാൻ പോവാണ്. കണ്ടോ പല്ലേക്കാൻ പോവാണ്. ബബിൾക്ക് ഇതാ വായിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെ പല്ലേക്കാണോന്നും അറിയില്ല. ബബിൾക്കം കൊണ്ട് പല്ല് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഇതും കൊണ്ട് ചോറ് കഴിക്കണമെങ്കിൽ. പിന്നെ അതിൻ്റെ വെള്ളം കുടിക്കണം. പിന്നെ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ചിലപ്പോൾ കടന്നുറങ്ങുകയാണെങ്കിൽ കുറച്ച് ടൈം ലാഭം കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയില്ല. ആദ്യം പല്ലേക്കട്ടെ കേട്ടോ. ഇതെങ്ങനെ പല്ലേക്കണേ ഞാൻ കാണിച്ചു തരാം. പറ്റണില്ല. Hello Moto.
പല്ലേക്കിൽ ഇന്നത്തെ പല്ലേക്ക് ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ അധികം പല്ലേക്ക് മറ്റൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അതിനെൻ്റെ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിച്ച് മാത്രമല്ല മൂന്നാമത്തെ ടാസ്ക് എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുക. ബബിൾക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കുക. അതാണ് മൂന്നാമത്തെ ടാസ്ക് കേട്ടോ. എന്തായാലും പല്ലേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖമൊന്നും കഴുകിയിട്ടില്ല. ഇത് മുഖം കഴുകിയിട്ട് വരാം. പല്ലേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഇതാണ് നമ്മൾ ഇതിടെ ചെയ്ത ടാസ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ടാസ്ക് ഇതാണ് കേട്ടോ. ഫുഡ് കഴിക്കുക, ബബിൾക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കുക. അതാണ് ടാസ്ക്. ഇനി അത് എങ്ങനെ നടക്കുമോ, ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്താവുമോ, മുന്നേ ഇനി വരുന്ന ടാസ്കുകൾ അറിയാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ പുതിയ ചലഞ്ചായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കുമോ, അതോ പകുതിക്ക് വെച്ച് ബബിൾക്കുമായി ഇറങ്ങി പോവുമോ, അതോ മുഴുവനായിട്ട് കഴിക്കൂലയോ, എന്താ നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കുമെന്ന് അറിയാം. ഇതും കൂടി ചവയ്ക്കുമ്പോഴല്ല ഇവിടെ മൊത്തം കറിയും എല്ലാം ബബിൾക്കത്തിലായിട്ടുണ്ടല്ലോ. ഈ ഭാഗത്ത് വെച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ വരിക, ഇവിടെ നാക്കിനാക്കി വയ്ക്കുക, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ടാസ്ക് തന്നെ നമ്മൾ പാസ്സായിട്ടുണ്ട് കേട്ടോ. ബബിൾക്ക് കൊണ്ട് ഫുഡ് കഴിക്കണ വല്ലതും കണ്ടിട്ടുണ്ട്. ഈ ബബിൾക്ക് കൊണ്ട് വെള്ളം കുടിക്കുന്നത് കണ്ടില്ലല്ലോ. ഇതാ ചലഞ്ച് കുറച്ചുകൂടി ഹാർഡാക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ട് സമൂസ ഒരു ലൈമും കഴിച്ച് അതും ബബിൾക്കും കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിലൊക്കെ പോയി വന്ന് ടൗണിൽ നിന്ന് ഈ ബബിൾക്കും കൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ സമയം ഇതാ, ഇപ്പോൾ സമയം 9. ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ചു, സമയം ക്ലിയർ ആവുന്നുണ്ടോ? 9:24 ആയിട്ടുണ്ട്. രാത്രിത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ ലാസ്റ്റ് ഇനി 2-3 മണിക്കൂറായിട്ടേ ഉള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ബബിൾക്ക് തുപ്പി കളയാൻ പോകാം കേട്ടോ. എൻ്റെ വായിൽ എന്തൊക്കെയോ ആവുന്നുണ്ട്. അത് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എന്താ പറയാ, ഞാനവിടെ ചോറും കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കറിയും, പിന്നെ അത് മാത്രമല്ല മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. മീൻ പൊരിച്ചത് കാണുമ്പോൾ അതൊക്കെ ബബിൾക്കത്തിൻ്റെ കൂടെ ചവയ്ക്കണ കാര്യം ഓർക്കുമ്പോണ്ടല്ലോ ബബിൾക്കത്തിലൊക്കെ. പിന്നെ അത് മാത്രമല്ല അതൊക്കെ സഹിച്ചിട്ട് പിന്നെ 12 മണി കഴിഞ്ഞാൽ നമുക്ക് ഈ ബബിൾക്കം കളയാനുള്ളതല്ലേ. എന്താ അറിയില്ല, ഈ കേരളത്തിൽ ഭൂമിയിൽ ആരും ചെയ്യാത്ത ചലഞ്ച് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് വേൾഡ് റെക്കോർഡാണ് തോന്നുന്നത് കേട്ടോ.
ഇതുമായിട്ട് ആരും ഇങ്ങനത്തെ ഒരു ദിവസത്തെ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ബബിൾക്ക് വായിലിട്ടിട്ട് 24 മണിക്കൂർ നിൽക്കുന്ന ചലഞ്ച് ആരും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ മുതൽ പിന്നെ വൈകുന്നേരം അല്ല ഈ ടൈം തന്നെ എൻ്റെ വായിൽ ഇത് ബബിൾക്കാൻ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നലെ 12 മണിക്ക് ബബിൾക്ക് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. ഞാൻ ഇത് ഫുഡ് കഴിച്ച് തീരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. തെളിവ് എന്തായാലും വേണ്ടേ. ഫുഡ് കഴിച്ച് തീരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വായിൽ ബബിൾക്കം ഉണ്ടാവും. പിന്നെ ബബിൾക്കം വെച്ചിട്ട് തന്നെ ഫുള്ളും കഴിച്ച് തീർക്കും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അങ്ങനെ നമ്മൾ രാവിലെ മുതൽ ഇന്നലെ രാത്രി 12 മണി മുതൽ ഇന്ന് രാത്രി 12 മണി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. 12 മണി ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളെ ചലഞ്ച് ഇവിടുന്ന് എൻ്റെ ആക്കാൻ പോകട്ടോ. ഞാൻ ബബിൾക്ക് എടുക്കാൻ പോകട്ടോ. ബബിൾക്ക് എൻ്റെ വായന എടുക്കാൻ പോവാണ്. ഇന്ന് രാവിലെ ബബിൾക്കും കൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ച്, ബബിൾക്കും കൊണ്ട് തന്നെ ഞാൻ വെള്ളം കുടിച്ച് ബബിൾക്കും കൊണ്ട് തന്നെ ടൗണിൽ പോയപ്പോൾ ബബിൾക്കും കൊണ്ട് തന്നെ ലൈമും കുടിച്ച്, ബബിൾക്കും കൊണ്ട് തന്നെ ഏതായിരുന്നടാ സമൂസ, ബബിൾക്കം കൊണ്ട് തന്നെ സമൂസയും കഴിച്ച് എല്ലാം ചെയ്യുന്നത് ഞാൻ ഇന്ന് ബബിൾക്കം കൊണ്ട് തന്നെ ചെയ്ത്. അതുമാത്രമല്ല രാവിലെ പല്ലും തേച്ചത് ബബിൾക്കം കൊണ്ട് തന്നെ. എന്തായാലും നമ്മളെ ചലഞ്ച് ഇവിടെ എൻ്റെ ആക്കിയതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി എനിക്ക് നല്ലവരേക്ക് വെള്ളം കുടിക്കാൻ പറ്റും, നല്ലവരേക്ക് ഫുഡും കഴിക്കാൻ പറ്റും, നല്ലവരേക്ക് പല്ലും തേക്കാനും പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും പറയണില്ല. ഞാൻ എന്തായാലും എൻ്റെ ബബിൾക്കം വായിന്ന് ഇറക്കാൻ പോകാം കേട്ടോ. വായിന്ന് ഇറക്കാൻ പോവാണേ. അവൾക്ക് ഇറക്കാൻ പോവാണേ. 24 മണിക്കൂറിന്റെ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ഒരു സാധനമില്ല. ഒക്കെ ലൈവായിട്ട് ഇങ്ങൾക്കും എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെന്റെ ബബിൾക്ക് കേട്ടോ. ഇന്നലെ രാത്രി 12 മണിക്ക് വായിലിട്ട ബബിൾക്കാണ് ഈ കാണുന്നത് കേട്ടോ. എന്താ ചെയ്യുക, ഓരോരോ കാര്യങ്ങള്. എന്തായാലും നമ്മളെ ഇന്നത്തെ ചലഞ്ച്, ഇന്നത്തെ അല്ല 2 ദിവസത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗല്ല, അടുത്ത വേറെ നല്ല ചലഞ്ചായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.